അത് ഭംഗിയായി നടക്കണമെങ്കിൽ തൽക്കാലം ഋഷിയും മഞ്ജിതയും തമ്മിലുള്ള വിവാഹാലോചനയെക്കുറിച്ച് ഗോപിക അറിയാതിരിക്കണം. തൽക്കാലം ഗോപിക ഇത് അറിയണ്ട. അതല്ലാതെ വേറെ വഴിയില്ല മുത്തശ്ശ. ഇല്ലെങ്കിൽ ഇവിടെ അഞ്ജിത വീണ്ടും കടുങ്കായ്ക്ക് മുതിരും. എനിക്കറിയായിരുന്നു ബഹളം കേട്ട് അച്ഛനും അവളും കൂടി കേറി വരുമെന്നും നിന്നെ രക്ഷിക്കുമെന്നും. അതുകൊണ്ടാ അങ്ങനൊരു നാടകം കളിക്കാന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. നമ്മുടെ പദ്ധതി ഫലിക്കുമേ? ഒരു സംശയവും വേണ്ട, എല്ലാം ശരിയാവും. നമ്മുടെ നാടകം ശരിക്കും ഏറ്റിട്ടുണ്ട്. നിന്റെ കാര്യം ഇപ്പൊ ദേവിക ഏറ്റിരിക്കല്ലേ. അവളൊരു കാര്യം ഏറ്റതാ. അവള് നമുക്ക് വിശ്വസിക്കാം. ഇത് അവള് നമുക്ക് അനുകൂലമായി തന്നെ നടത്തിത്തരും. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ കാണിച്ചു കൂട്ടുന്നേ? എന്താടാ നിനക്കെന്ത് പറ്റി? വിവരങ്ങളൊക്കെ മഞ്ജു പറഞ്ഞു. അമ്മക്ക് ഇപ്പൊ തന്നെ അഞ്ജിത വിവാഹം നടത്തണം അല്ലേ? അതെ, നടത്തണം. ഇവക്ക് കല്യാണ പ്രായം ആയില്ലേ, ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? അമ്മേ, ദേവിക ഇവിടെ നിൽക്കുമ്പോ അതിന് ദേവികയുടെ കല്യാണം നടത്താതെ ഇവളുടെ കല്യാണം നടത്തുന്നത് ശരിയാണോ? അതിനെന്താ കുഴപ്പം? ദേവിക നിൽക്കുമ്പോ ഇവളുടെ കല്യാണം നടത്തിയ മാനങ്ങ് ഇടിഞ്ഞു വീഴോ, അതോ ലോകം അവസാനിക്കോ? ഒന്നും സംഭവിക്കില്ല. അമ്മ, കുറച്ചെങ്കിലും ഒരു മര്യാദ വേണം. അയ്യോ, മര്യാദയെ കുറിച്ചൊന്നും എന്റെ മോൻ എന്നെ പഠിപ്പിക്കല്ലേ. എടാ, ഇത് അഞ്ജിതയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആലോചനയാ. പൊന്നാരൻ തോട്ടത്തെ ഋഷി ആരാന്നാ നിന്റെ വിചാരം? കോടീശ്വരനാ, കോടീശ്വരൻ. അറിയോ നിനക്ക്? ഋഷി സാറാണല്ലോ. ഹലോ ഋഷി. എടോ, താനൊന്ന് വീഡിയോ കോളിൽ വന്നേ. എനിക്ക് അത്യാവശ്യമായിട്ട് തന്നെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. എന്താ അത്യാവശ്യം? വീഡിയോ കോളിൽ വാടോ. ശരി, ഞാൻ വരാം. വേഗം വാ. ഓ, ഒന്ന് അടങ്ങ് സാറേ, ഞാൻ ദാ വരുന്നു. നാട്ടു നടപ്പ് നോക്കിയിരിക്കാനേ നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത്. അവരല്ല ഇവിടുത്തെ കുടുംബ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. അമ്മ, ഞാനൊന്ന് പറയട്ടെ. എന്താ എന്താ ഇവിടെ എന്താ കുറെ നേരമായാലും തുടങ്ങിയിട്ട് പിന്നെ തുടങ്ങിയോ? മുത്തശ്ശൻ, ഞാൻ ചോദിക്കായിരുന്നു, ദേവികയും ഗോപിയോടെ നിൽക്കുമ്പോ ഈ അഞ്ജിതയ്ക്ക് നിർത്ത്. നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേട്ടു. അനീഷേ, അഞ്ജിത ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് നീ അറിഞ്ഞല്ലോ. വീട്ടിനുള്ളിൽ വെച്ചായതുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് തടയാൻ സാധിച്ചു. ഈ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ പുറത്ത് വെച്ചെങ്ങാനും കടുക ചെയ്യാൻ മുതിർന്നാൽ നമുക്ക് തടയാൻ സാധിച്ചില്ലെങ്കിലോ? എന്താകും? ആ ദുഃഖം ജീവിതാന്ത്യം വരെ മാറും. അനീഷേട്ടാ, നിങ്ങൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ. അവിടെ ഗോപിക വന്നിട്ടുണ്ട്. എന്റെ കല്യാണത്തിന് മുന്നേ അഞ്ജിതയുടെ കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോപിക അതൊരു ഇഷ്യൂ ആക്കും. തൽക്കാലം നിങ്ങൾ എല്ലാവരും ഒന്ന് സമാധാനിക്കേ. അഞ്ജിതേ, നീ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നീയും ഋഷിയായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി തരും. അയ്യോ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കാണാൻ തിടുക്കുവായോ? എടോ, ഞാനൊരു കാർ വാങ്ങാൻ പോവാ. അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് താനാ. അതൊക്കെ മുതലാളി തന്നെ തീരുമാനിച്ചാ പോരെ? ഇനി മുതലാളി താനാ ഇനി എല്ലാം നിയന്ത്രിക്കേണ്ടത്. താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാടോ, എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. ഉടനെ വിവാഹ നിശ്ചയം നടത്തി വെക്കണം. എങ്കിൽ പിന്നെ നമുക്ക് ലൈസൻസ് ആയല്ലോ. അതുകൊണ്ട് ആദ്യം കല്യാണം ഫിക്സ് ചെയ്യാം. അതിനുശേഷം ചേച്ചിക്കും പറ്റിയൊരു വരനെ കണ്ടെത്താം. എന്തിനാ ഇത്രയും തിടുക്കം? തന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടി മോളെ. ഒന്ന് പോ. നാളെ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ഋഷിയുടെ വീട്ടിൽ പോയി വിവാഹകാര്യം സംസാരിക്കാം. അഞ്ജിത ആൻറ്റി സമാധാനത്തിരിക്കാം. എനിക്ക് മാലാഖെ കാണണം മാമ. എനിക്ക് പെട്ടെന്ന് മാലാഖെ കാണണം. ഇപ്പൊ വരും കുട്ടാ, ഒന്ന് സമാധാനിക്ക്. ഇപ്പൊ വരുവാ? ആ, വരും. മാലാഖ എനിക്ക് വരുമ്പോ എന്താ തരാന്നറിയാ? അറിയില്ല. ഇന്നേ ദോശ കൊണ്ടുവരുമല്ലോ. ദോശ.
എന്തോ വരാ കുട്ടാ നോക്കി മാലാഖ ഇവിടെ കാണുന്നില്ലല്ലോ. എന്താ വരാതെ വന്നില്ലല്ലോ. മാലാഖ വന്നില്ലല്ലോ. ബാലാക ഇന്നിനി വരുമെന്ന് തോന്നുന്നില്ല. വരില്ലേ? വരുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് വരുമായിരുന്നല്ലോ. ഇനി വരില്ല, നമുക്ക് പോവാം. വാ വാ എനിക്ക് എനിക്ക് മാല കാണണം. എനിക്ക് മാല കാണണം മാമ. കുട്ടാ മാലാക ഇനി പ്രതീക്ഷിക്കണ്ട, നമുക്ക് പോകാം. വാ. ഇല്ല, എനിക്ക് കാണണം. പറയുന്ന കേക്ക് കൂട്ടാ. വാ വീട് വീട് മാമ കാണണം. മാലക 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 കണ്ട കണ്ട വന്നില്ലേ മാലക? കുട്ടാ മാലക താമസിച്ചേ. ഞാൻ എത്ര നേരം മല കാത്തിരുന്നേന്നറിയോ? സോറി കുട്ടാ. എന്റെ ദോശ എവിടെ? അയ്യോ സോറി, ഇന്ന് ദോശയല്ല, നോക്ക് കട്ട്ലേറ്റാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നേ. അയ്യോ എന്തുപറ്റി, പിണങ്ങിയോ? മാലക എനിക്ക് ദോശ കൊണ്ട് തരാന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് കട്ട്ലറ്റ് കൊണ്ടുവന്നേ. എനിക്ക് വേണ്ട. അയ്യോ കുട്ടാ, കുട്ടന് ഞാൻ നാളെ ദോശ കൊണ്ടുവരാം. ഇപ്പൊ ഈ കട്ട്ലറ്റ് കഴിക്കേ. എനിക്ക് വേണ്ട. നോക്ക്, ആഹാ നല്ല കട്ട്ലറ്റാ. നല്ല സ്വാദുണ്ടായിരിക്കും, കഴിച്ചോക്ക്. ഇപ്പൊ ഇത് കഴിച്ചാ നാളെ വരുമ്പോ കുട്ടന് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പവും ഞാൻ കൊണ്ടുവരും. ഉണ്ണിയപ്പം കൊണ്ടുവരോ? പിന്നല്ലാതെ കൊണ്ടുവരും. ഇപ്പൊ ഇത് കഴിക്കേ. ഉണ്ണിയപ്പം കൊണ്ടുവരണേ. കൊണ്ടുവരാം. ദാ, ഇവിടെ ഇരിക്കേ. നമുക്കേ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം. കഴിക്കേ കഴിക്കേ. ഓ നല്ല ടേസ്റ്റാ. ഇത് മാലക ഉണ്ടാക്കിയതാണോ? ഞാൻ കുട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. കഴിക്കേ. കഴിച്ചോ? മാമന് വേണോ? ഇപ്പൊ തന്നെ നേരം വൈകി. കുട്ടനെ വീട്ടിലെത്തിക്കാൻ ഇനിയും വൈകിയ വഴക്കേക്കുന്നത് എനിക്കായിരിക്കും. കുട്ടന് ആഹാരം കൊടുത്തു കഴിഞ്ഞല്ലോ, ഇനി കൊണ്ടുക്കോളൂ. ഇപ്പൊ വേണ്ട, എനിക്കിപ്പൊ പോവണ്ട. എനിക്ക് കുറച്ച് സമയം കൂടി മാലകയുടെ കൂടി ഇരിക്കണം. വേണ്ട കുട്ടാ, മതി, നമുക്ക് പോവാം. വാ എഴുന്നേക്ക. കുട്ടാ, കുട്ടൻ ചെല്ല്. കുട്ടനെ കണ്ടില്ലെങ്കിൽ വീട്ടിലെല്ലാരും വിഷമിക്കില്ലേ? നമുക്ക് നാളെ കാണാം. കൊറേ നേരം ഞാൻ കുട്ടന്റെ അടുത്തിരിക്കാം. നേരത്തെ വരൂ ഏഞ്ചലേ. പിന്നില്ലാതെ ഇരിക്കാം. ചെല്ല്. നാളെ എനിക്ക് ദോശ കൊണ്ടുതരാൻ മറക്കരുതേ. ആ ഉണ്ണിയപ്പം വേണം. കൊണ്ടുവരാം. ചെല്ല്. ടാറ്റാ. ടാറ്റാ. ടാറ്റാ ഏഞ്ചലേ. വാ. സ്വാമിച്ച, മോളെ ചികിത്സയൊക്കെ എങ്ങനെ പോണു? സ്വാമിയച്ചൻ പറഞ്ഞതുപോലെ ഞാൻ കുട്ടന് കൃത്യമായിട്ട് മരുന്ന് നൽകുന്നുണ്ട്. അത് നന്നായി. മരുന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായ സമയത്ത് തന്നെ കൊടുക്കണം. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. എന്ന് ഞാൻ വിളിക്കാം സ്വാമിച്ച. ശരി. ഇന്നലെ ഇയാള് വല്ലാത്ത റൊമാൻറ്റിക് മൂഡിലായിരുന്നല്ലോ. അതെ,
ഞാൻ അന്യ പെൺകുട്ടിയോടല്ല റൊമാൻറ്റിക് ആയത്, എന്റെ പെണ്ണിനോടാ, എന്റെ ഭാര്യയോട്. എന്റെ ഭാര്യയെ പ്രണയിക്കുന്നതിൽ ഇവിടെ ആർക്കാ കുഴപ്പം? ഓഹോ, അപ്പൊ കാര്യങ്ങൾ അതുവരേക്ക് എത്തിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ വെച്ചിട്ട് നെക്ലസ് ചാർത്തിയതോടെ മനസ്സിൽ നമ്മുടെ വിവാഹം നടന്നു കഴിഞ്ഞു. നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് ദേവിയേച്ചി അറിയിക്കണം. ആരറിയിക്കും? എനിക്ക് ചേച്ചിയോട് ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഉടനെ ദേവിക ചേച്ചി അറിയിച്ചേ പറ്റൂ. ഉടനെ അറിയിക്കണം, ഇല്ലെങ്കിൽ അവിചാരിതമായ എന്തോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് ദേവികേച്ചിയോട് നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നും ചിന്തിക്കണ്ട, ഗോപിക ഇപ്പൊ തന്നെ ചേച്ചിയെ വിളിച്ച് കാര്യം പറ. അയ്യോ, അതിനെനിക്ക് പറ്റില്ല ഋഷി. ഞാൻ എങ്ങനെയാ ചേച്ചിയോട് പറയാ? പ്ലീസ് ഋഷി, ഇപ്പൊ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറയാം, അതിന് പറ്റിയൊരു അവസരം വരട്ടെ. നോ 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 നോ, അവസരം നോക്കിയിരുന്നാൽ അത് അപകടമാവും. അല്ല, തനിക്ക് പ്രയാസമാണെങ്കിൽ താൻ നമ്പർ ഇതാ, ഞാൻ ചേച്ചിയോട് പറയാം. എനിക്കൊരു പ്രയാസമില്ല. അത് വേണ്ട ഋഷി, പ്ലീസ് ഇപ്പൊ വേണ്ട. അല്ല, ചേച്ചിയുടെ നമ്പറല്ലേ ചോദിക്കുന്നത്? വേണ്ട ഋഷി, ഇപ്പൊ വേണ്ട. താനിങ്ങോട്ട് തന്നെ ഋഷി, ഋഷി, ചേച്ചി ഇപ്പൊ സ്കൂളിലായിരിക്കും. ഞാൻ ഇപ്പൊ സംസാരിച്ചോളാം. വിളിക്കണ്ട. ഋഷി, മാറും. ഹലോ. ഹലോ ചേച്ചി, ഇത് ഞാനാ, ഋഷി. ആ, ഋഷിയോ? എന്താ ഋഷി? ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്താ കാര്യം ഋഷി, പറഞ്ഞോളൂ. അല്ല, ചേച്ചിക്ക് വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? എന്താ വിഷയം? അമ്മയ്ക്ക് കുറച്ച് ചില അത്യാവശ്യ കാര്യങ്ങൾ ചേച്ചിയോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനെന്താ, വരാല്ലോ. അല്ലെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിച്ചിരിക്കുമായിരുന്നു. ഞാൻ വരാം ഋഷി. ഓക്കെ ചേച്ചി, ശരി ശരി ശരി. ചേച്ചി വരാൻ സമ്മതിച്ചിട്ടുണ്ട്. ചേച്ചി വരും. വരട്ടെ, അപ്പം ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചോളാം. അയ്യോ ഋഷി, എന്നെ ശരിക്കും കുടുക്കിയിരിക്കാം. കൊടുക്കണമല്ലോ. ദേവിക, എല്ലാരും ഉണ്ടല്ലോ, വരൂ അകത്തോട്ടിരിക്കാം. വരൂ, ഇരിക്കൂ. ഇരിക്കേ. മോളെ ഇരിക്കേ. മോളെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ അപ്പൊ മാമത്, ബോൾ പിടിക്കണ്ടേ? എന്താ അപ്പൊ മാമ, അപ്പമാന് ഫുട്ബോൾ കളിക്കാൻ അറിയില്ലേ? നമുക്ക് ഇവിടെ കളിക്കണ്ട, നമുക്ക് പുറത്തു പോയി കളിക്കാം. വാ അപ്പൊ മാമ, വന്ന് എന്റെ കൂടെ. അല്ല, ഇതുവരെ കുശലം പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ല. നിങ്ങളത് പറഞ്ഞതുമില്ല. കണ്ടിട്ട് വെറുതെയുള്ള വരവല്ലെന്നാ തോന്നിയേ. എന്താ വിശേഷം? അത് പിന്നെ എന്റെ മോള് ഇവിടുത്തെ ഋഷിമോനും തമ്മിലെ ഭയങ്കര പ്രണയത്തിലാ. അവര് തമ്മിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, എന്താ പറഞ്ഞത്?
ഇന്നത്തെ കാലമല്ലേ, കുട്ടികളുടെ ഇഷ്ടത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ അഞ്ജന ഇങ്ങനൊരു വിവാഹക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോ ഒരു വിവാഹാലോചനയായി മുന്നോട്ട് പോകാമെന്ന് ഞങ്ങളും കരുതി. അത് പറയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ തന്നെ നേരിട്ട് വന്നത്. അല്ല, ജാനകിക്ക് ഇത് അറിയായിരുന്നു? ഏയ് എനിക്കറിയില്ല. എന്തോ എന്നോട് പറയുന്നു ഋഷി. പക്ഷേ ഇക്കാര്യത്തിൽ അവനൊരു ചെറിയ സൂചന പോലും തന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ സ്കൂളിൽ വെച്ചത് മാഡത്തിനോട് പറയാമായിരുന്നു. പക്ഷേ അതല്ലല്ലോ മര്യാദ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാ. അഞ്ജിത എന്റെ ചികിത്സയ്ക്കായി ഇവിടെ വരുമ്പോ അവളും ഋഷിയും തമ്മിലുള്ള വർത്താനവും പെരുമാറ്റവും അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്നേ ഉള്ളിൽ എനിക്കൊരു സംശയം തോന്നിയതാ. ഇപ്പൊ അത് സത്യമായി. അപ്പോ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാല്ലേ? അഭിപ്രായം എന്തായാലും അത് തുറന്നു പറയണം മാഡം. ദേവിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ. ഞങ്ങളത് ഇവിടെ സംസാരിക്കുകയും ചെയ്തു. ദേവിക മികച്ചൊരു അധ്യാപികയാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ നിലവാരം ഉയർത്തിയത് ദേവികയുടെ കഠിന പ്രയത്നമാണ്. പോരാത്തതിന് ദേവികയുടെ സ്വഭാവ ഗുണം അതെനിക്ക് വളരെ ഇഷ്ടമാണ്. കുടുംബത്തിൽ പറഞ്ഞവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ദേവികയുടെ അനിയത്തിയും ദേവികയെപ്പോലെ നല്ലൊരു കുട്ടിയാണെന്ന് കരുതാം. അവളും മോശക്കാരി ഒന്നും അല്ല ജാനകി. ആ കുട്ടിയുടെ ശ്രമം കൊണ്ടല്ലേ ഞാനിപ്പോ ആയാസം ഇല്ലാതെ നടക്കുന്നേ. അത് ശരിയാ, അതിന് മോളെ പ്രത്യേകം അഭിനന്ദിക്കണം. പക്ഷേ വിവാഹകാര്യത്തിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതിന് ഋഷിയുടെ സമ്മതം കൂടി വേണം. അതിന് മറ്റുള്ള തടസ്സങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്തില്ല. അല്ലേ മഹേട്ട? അതെ അതെ, ഋഷി സമ്മതിച്ച പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ദേവികയുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ഋഷി വരട്ടെ, അവനോടും കൂടി ചർച്ച ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ. അല്ല, അമ്മ എന്തിനാ ചിരിക്കുന്നു? അല്ല, മിണ്ടാ പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? എനിക്ക് മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അല്ല, എത്ര നാളായി മോനിത് തുടങ്ങിയിട്ട്? എന്ത് പ്രേമം? പ്രേമോ? എന്താടാ, നീ അങ്ങനൊരു വാക്ക് കേട്ടിട്ടേ ഇല്ലേ? കണ്ട, അവന്റെ മുഖത്ത് ആ കള്ളത്തരം കണ്ടോ? അപ്പൊ ഗോപിക എല്ലാം ചേച്ചിയോട് പറഞ്ഞു അല്ലേ? എന്താടാ ഒരു ചിരി? ഇവര് പറയുന്ന വാസ്തവം തന്നെയാണല്ലേ? എന്താ, കല്യാണം കഴിക്കാൻ സമ്മതമാണോ? വായ തുറന്ന് പറയടാ. സമ്മതം. എടാ, ദേവികയുടെ അനിയത്തിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അതെ. എന്നാ കല്യാണം നടത്തണ്ടേ? അത് അപ്പോഴേ ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോണ്ട. നാളെ തന്നെ നമുക്ക് ദേവികയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. ഏട്ടനെ അവരോടൊന്ന് സംസാരിക്കും. ഞാനിപ്പോ തന്നെ വിളിക്കാം. അതെ,
അമ്മയുടെ പൊന്നുമോൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. എനിക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഗോപി എന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അവളെ ഒന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, അവിടെ എനിക്ക് സർപ്രൈസ് ഒന്ന് ഞെട്ടിച്ചതല്ലേ. നാളെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. അമ്മ ഇവിടെ എന്താ ആലോചിച്ച് നിൽക്കുവാ? വൈകുന്നേരമല്ലേ ഋഷിയുടെ കൂട്ടിൽ വരുന്നത്. ആ നേരത്തെ ഗോപിക ഇവിടെ ഉണ്ടായ ആകെ പ്രശ്നം. അതുകൊണ്ട് ചടങ്ങ് നടക്കുന്ന നേരത്തെ ഗോപിക ഇവിടെ വരാതെ നോക്കണം. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ഒരു കാര്യം ചെയ്യാം, ഈ ഡ്യൂട്ടി ദേവിക ഏൽപ്പിക്കാം.